കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 5. രചന ശാലിനി ഇ.എ. കാലത്തോ വൈകിട്ടോ എപ്പോഴെങ്കിലും ദിവസത്തിലൊരു മണിക്കൂർ മതി ഞങ്ങളുടെ കുട്ടിയെ വീട്ടിൽ വന്നൊന്ന് ട്യൂഷൻ എടുക്കാൻ ജോലയെ പറഞ്ഞേക്കാൻ ജോലയുടെ അച്ഛന് മനസ്സുണ്ടാവണം. മുൻപ് അവിടെ നടന്ന സംഭാഷണങ്ങൾ ഒന്നും അറിയാത്തതിനാൽ സുനന്ദയ്ക്ക് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായില്ല. എന്നാൽ അച്ഛൻ്റെ മറുപടി എന്താണെന്ന് അറിയാനായി ജോല സത്യനാഥൻ്റെ നേർക്ക് നോക്കി. അതിപ്പോൾ ഡോക്ടറെ, തിങ്കളാഴ്ച മുതൽ മോൾക്ക് ക്ലാസ് തുടങ്ങുകയാണ്. ആ സമയത്ത് ട്യൂഷൻ എടുക്കാൻ വരാൻ ബുദ്ധിമുട്ടാവില്ലേ? വാക്ക് പറഞ്ഞിട്ട് വാക്ക് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സത്യനാഥ് ഒരു അപേക്ഷ പോലെ അവരുടെ നേർക്ക് കൈകൾ കൂപ്പിക്കൊണ്ടാണ് അത്രയും പറഞ്ഞത്. ജോലയുടെ അച്ഛൻ എടുത്തടിച്ചതുപോലെ ഒരു മറുപടി പറയല്ലേ. മോൾക്ക് എപ്പോഴും അങ്ങോട്ട് വരാൻ സൗകര്യമെന്ന് പറഞ്ഞാൽ ആ നിമിഷം ഡ്രൈവർ കാറുമായി എത്തും. തിരിച്ചിങ്ങോട്ടും ഡ്രൈവർ എത്തിച്ചു തരും. അവിടെ ഒരു അസൗകര്യം ജോലക്കുണ്ടാവില്ല. ഞാൻ മാത്രമേ ഹോസ്പിറ്റലിൽ പോകൂ. ഏട്ടത്തി ഫുൾ ടൈം വീട്ടിലുണ്ടാകും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ജോലയ്ക്ക് ഞങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. അവസാനം ട്യൂഷൻ എടുക്കാൻ ജോലയെ പറഞ്ഞേക്കാമെന്ന് സത്യനാഥന് സമ്മതിക്കേണ്ടി വന്നു. കോളേജ് തുടങ്ങുന്ന തിങ്കളാഴ്ച മുതൽ ക്ലാസ്സിന് വരാമെന്ന് ജോലയും സമ്മതിച്ചു. വന്ന കാര്യം നടന്നതിനാൽ സുനന്ദ ഉണ്ടാക്കി കൊടുത്ത ചായയും കുടിച്ചിട്ടാണ് അവരിരുവരും കാളിന്തിയെയും കൂട്ടി തറവാട്ടിലേക്ക് മടങ്ങിയത്. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ച് എടുക്കണമെന്ന് ജോലയെ ഓർമ്മിപ്പിച്ചിട്ടാണ് സേതുലക്ഷ്മി തിരികെ പോയത്. അന്ന് വൈകുന്നേരം കമ്പനിക്കാരിലാണ് ബാലു തറവാട്ടിലെത്തിയത്. കാളിദാസ് അത്യാവശ്യമായി ഒരിടം വരെ പോയിരിക്കുകയായിരുന്നു. ബാലു കയറി വന്നതും കാളിന്തി അവൻ്റെ കൈകളിൽ തൂങ്ങി. ഇന്ന് മിസ്സിൻ്റെ വീട്ടിൽ പോയതിനെക്കുറിച്ചും തിങ്കളാഴ്ച മുതൽ ക്ലാസ് എടുക്കാൻ മിസ്സ് വീട്ടിൽ വരുന്നതിനെക്കുറിച്ചും വിശദമായി തന്നെ അവൾ വിവരിച്ചു. അപ്പോഴേക്കും രണ്ടും കൂടി ബാലുവിൻ്റെ റൂമിലെത്തി കഴിഞ്ഞിരുന്നു. റൂമിൽ എത്തിയതും ബാലു ബെഡിലേക്ക് ചാടിക്കയറി ഒന്ന് കരണം മറിഞ്ഞുകൊണ്ട് ഇരു കാൽമുട്ട് കൊണ്ടും കൈയമർത്തി പാദങ്ങളിലേക്കിരുന്നു. എന്നിട്ട് ബെഡിനടുത്ത് നിൽക്കുകയായിരുന്ന കാളിന്തിയെ പുച്ഛത്തിൽ ഒന്ന് നോക്കി. അല്ലെങ്കിൽ ട്യൂഷന് പോയി തുടങ്ങിയതിന് ശേഷം മിസ്സിനെ കുറിച്ച് വർണ്ണന കൊണ്ട് ചെവിതല കേൾക്കാൻ വയ്യായിരുന്നു. ഇനിയിപ്പോൾ മിസ് നേരിട്ട് തറവാട്ടിലേക്ക് എഴുന്നേലുള്ള കഥ പറയാനുണ്ടോ? തിങ്കളാഴ്ച ഓഫീസിൽ നിന്നും വരുമ്പോൾ 2 കിലോ പഞ്ഞി വാങ്ങിയിട്ട് വരണം. എന്തിനാണ് പഞ്ഞി കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാകാതെ കാളിന്തി ചോദിച്ചു. എന്തിനാണെന്നോ? എൻ്റെ 2 ചെവിയിലും തിരികെ വയ്ക്കാൻ. അതിന് കൊച്ചേട്ടൻ്റെ ചെവിയിൽ നിന്ന് പഴുപ്പ് വെള്ളം വരുന്നുണ്ടോ? ഇല്ലല്ലോ. അവൻ കണ്ണുകൾ അടച്ച് കീച്ചുണ്ട് മുന്നിലേക്ക് നീട്ടി പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. പിന്നെന്തിനാ പഞ്ഞി? അതോ, തിങ്കളാഴ്ച മുതൽ ഞാൻ വന്നു കയറിയ ഉടനെ നീ പറയില്ലേ, എൻ്റെ മിസ്സ് കോങ്കണ്ണിയാണ്, എൻ്റെ മിസ്സിന് വിക്കുണ്ട്, എൻ്റെ മിസ്സിൻ്റെ ചുണ്ട് കൂടിയിട്ടാണ് എന്നിങ്ങനെ ഓരോ വർണ്ണനകൾ. അതൊന്നും കേൾക്കാതിരിക്കാൻ 2 ചെവിയിലും ഓരോ കിലോ പഞ്ഞി വെച്ചാൽ പ്രശ്നം തീർന്നല്ലോ. അതോടെ കാളിന്തി ബെഡിലേക്ക് കയറി തലയിണയെടുത്ത് അവനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി. ഓരോ അടിക്കും മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ ഇരു കൈകൾ കൊണ്ടും തടുക്കുന്നുണ്ട്. ഓരോ കിലോ പഞ്ഞി വയ്ക്കാൻ ഗോഡ് ഫാദറിൻ്റെ സിനിമയിലെ ആനയുടെ ചെവിയാണോ കൊച്ചേട്ടന്? അടി നിർത്തിക്കൊണ്ട് അവൾ കളിയാക്കി. 1 കിലോ പഞ്ഞി ഒരു ദിവസം വയ്ക്കാനിടയിൽ പൊട്ടിക്കാളി. ഓരോ ദിവസവും അതിൽ നിന്നും കുറേശ്ശെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. എന്നും പഞ്ഞി വാങ്ങാൻ പോകാൻ എളുപ്പമാണോ? അവളുടെ കവിളിൽ പിടിച്ച് വലിച്ചും കൊണ്ട് അവൻ ചോദിച്ചു. എളുപ്പമല്ല. വലിയ തമാശക്കാരൻ, വലിയ സുന്ദരനാണെന്ന വിചാരം. എവിടെ? വാഴ മുഴുവൻ കട്ടപ്പല്ല. ആദ്യം പല്ല് ഡോക്ടറെ എടുത്തു പോയി പല്ലൊക്കെ റെഡിയാക്കിയിട്ട് വാ. എന്നിട്ട് എൻ്റെ മിസ്സിൻ്റെ സൗന്ദര്യത്തെ കുറ്റം പറയാം. അവൾ ബാലുവിൻ്റെ മുതുകിനിട്ട് ഇടിച്ചും കൊണ്ട് പറഞ്ഞു. ആ നേരത്താണ് ശാരദ റൂമിൻ്റെ വാതിൽക്കൽ എത്തിയത്. വന്നു കയറിയില്ല, അപ്പോഴേക്കും തുടങ്ങിയോ രണ്ടും കൂടെ ഇടി. ഇവൾക്ക് അഹമ്മദി ഇത്തിരി കൂടുന്നുണ്ട്. ആ ചെക്കന് കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ സമ്മതിക്കടി. ഇതിങ്ങനെ ഒരു സാധനം. ചെല്ല്, അടുക്കളയിൽ പോയി ജാനകിയോട് കൊച്ചേട്ടന് ചായ എടുത്ത് വയ്ക്കാൻ പറയൂ. അമ്മ വന്നതോടെ തല്ല് നിർത്തി ഇറങ്ങി അവൾ. ഇതും കൂടി കേട്ടതോടെ അടുക്കളയിലേക്ക് പോയി. എന്തേ ബാലു? കാളിന്തി പോയതും ശാരദ ബാലുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. അവൻ ആരെയാ കാണുന്നുണ്ടെന്നും പറഞ്ഞ് 3 മണിക്ക് മുൻപേ ഓഫീസിൽ നിന്നും ഇറങ്ങിയതാ. കുറച്ച് കഴിയുമ്പോഴേക്കും എത്തുമായിരിക്കും. എന്നാൽ നീ ഫ്രഷായിട്ട് താഴേക്ക് വാ, ചായ കുടിക്കാം. വല്യമ്മ നടന്നോളൂ, ഞാൻ ഒന്ന് നനഞ്ഞിട്ട് ഇപ്പോൾ വരാം. ചിരിച്ചും കൊണ്ട് ശാരദ പുറത്തേക്ക് പോയതിന് പിറകെ ബാത്ത് ടവൽ എടുത്തും കൊണ്ട് ബാലു വാഷ്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് ചായ കുടിക്കാനായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബാലു കാളിന്തിയെ നോക്കിയെങ്കിലും അവളെ അവിടെ എങ്ങും കണ്ടില്ല. കാളിന്തിയുടെ സ്വന്തം ചേട്ടനാണ് കാളിദാസ്. എങ്കിലും അവളുടെ കളി മുഴുവൻ ബാലുവും ആയിട്ടായിരുന്നു. അവൾ എന്താവശ്യപ്പെടുന്നതും ബാലുവിനോടാണ്. അവൻ അവളോട് സ്നേഹത്തെക്കാളും പരി വാത്സല്യമായിരുന്നു. ഗോപകുമാറിൻ്റെയും അനുജൻ മുരളിനാഥിൻ്റെയും വിവാഹം ഒരു ദിവസമായിരുന്നു. അതായത് ശാരദയും സേതുലക്ഷ്മിയും ഏട്ടത്തിയും അനിയത്തിയുമായി ചിറ്റൂർ മംഗലത്ത് തറവാട്ടിലേക്ക് കയറി വന്നത് ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കാളിദാസും ബാലമുരളിയും 4 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ.
4 മാസത്തിന് മൂത്തത് കാളിദാസ് ആണെങ്കിലും ഏട്ടനെന്നൊന്നും ഇതുവരെ ബാലു അവനെ വിളിച്ചിട്ടില്ല. ശരിക്കും എടാപോടാ ബന്ധം. ചായ കുടിച്ച് ബാലു റൂമിലേക്ക് പോയതിന് ശേഷമാണ് കാളിദാസ് തറവാട്ടിലേക്ക് എത്തിയത്. റൂമിൽ പോയി ഫ്രഷായി ആയതിനു ശേഷമാണ് അവൻ താഴെ ചായ കുടിക്കുന്നതിനായി ഡൈനിങ് ഹാളിലെത്തി. അടുക്കളയിൽ സർവൻ്റ് ജാനകി ചായ കൊണ്ടുവച്ചതിന് ശേഷമാണ് ശാരദ റൂമിൽ നിന്നും അവിടേക്ക് വന്നത്. നീ എന്താ ഇന്ന് വരാൻ നേരം വൈകിയത് കാളി? അവൻ്റെ അരികിലേക്ക് ചെയർ വലിച്ചിട്ടിരുന്നും കൊണ്ട് ശാരദ ചോദിച്ചു. ഒരു എമർജൻസി മീറ്റിംഗ് ഉണ്ടായിരുന്നു വേണ്ടപ്പെട്ട ഒരാളുമായി. അത്രയേ പറയൂ, കൂടുതലൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. മിതമായ സംസാരം. കുറച്ചു നേരം അവൻ ചായ കുടിക്കുന്നത് നോക്കിയിരുന്നിട്ട് ശാരദ പതിയെ ചെയറിൽ നിന്നും എഴുന്നേറ്റു. അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്ന ചോദ്യഭാവത്തോടെ അവർ വീണ്ടും ചെയറിലേക്കിരുന്നു. തിങ്കളാഴ്ച നമ്മുടെ വീട്ടിൽ 2 അതിഥികൾ എത്തും. 2 ദിവസം അവരിവിടെ ഉണ്ടാകും. അവർക്ക് ഞാനൊരു വീട് ശരിയാക്കിയിട്ടുണ്ട്. അതിലെ ഫർണിച്ചർ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ അവർ അങ്ങോട്ട് മാറും. വളരെ ഗൗരവത്തിൽ കാളിദാസ് പറഞ്ഞു. ആരാണ് അതിഥികൾ? എവിടെയുള്ളവരാണ്? എൻ്റെയും ബാലുവിൻ്റെയും കൂടെ ചെന്നൈയിലും MBAക്ക് ഒരു ആകാശമുണ്ടായിരുന്നു. അവൻ്റെ ഏട്ടനും അനിയത്തിയുമാണ്. അവൻ ചായ ഒന്ന് സിപ്പ് ചെയ്തും കൊണ്ട് പറഞ്ഞു. അവരെന്തിനാ കാളി ഇങ്ങോട്ട് വരുന്നത്? എന്തെങ്കിലും ജോലി? അതെ, അവൻ്റെ ഏട്ടൻ മാധവ് ഈ വർഷം മുതൽ നമ്മുടെ കോളേജിലാണ് പഠിപ്പിക്കുന്നത്, മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അതുമാത്രമല്ല, അവൻ്റെ അനിയത്തിക്ക് മെറിറ്റിൽ സീറ്റ് കിട്ടിയിരിക്കുന്നതും നമ്മുടെ കോളേജിലാണ്, MSc കെമിസ്ട്രി. അവർ താമസിക്കുന്ന വീടിൻ്റെ പണി എന്തായാലും ഒരാഴ്ച കൂടി ഉണ്ടാവും. കോളേജാണെങ്കിൽ തിങ്കളാഴ്ച തുറക്കുമല്ലോ. അതാണ് ഞാൻ 2 ദിവസം അവരിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അതിനെന്താ മോനെ, അതിഥികൾ വരുന്നത് സന്തോഷമല്ലേ, അവർ വരട്ടെ. ശാരദ ചിരിയോടെ പറഞ്ഞു. ആകാശിൻ്റെ കസിൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്, ഡോക്ടർ സൂരജ്, കാർഡിയോളജിസ്റ്റാണ്. അതെയോ എന്ന ഭാവത്തിൽ ശാരദ അവനെ നോക്കി. ചായ കുടിച്ചു കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. 2 അടി വെച്ചതിന് ശേഷം അവൻ തിരിഞ്ഞു നിന്ന് അമ്മയെ നോക്കി. എന്താടാ? അവരുടെ അമ്മയുടെ ക്ലാസ്മേറ്റാണ്. എൻ്റെയോ? അതാരാ? അവർ അത്ഭുതത്തോടെ അവനോട് ചോദിച്ചു. അമ്മയുടെ കൂടെ കോളേജിൽ 3 വർഷം ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. പേര് നന്ദിനി. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അത്രേ. അതോടെ അവർ സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റു. നന്ദിനിയുടെ മക്കളാണോ വരുന്നത്? എൻ്റെ ഈശ്വരാ! കോളേജിൽ നിന്നും പോയതിനു ശേഷം ഞങ്ങൾ പരസ്പരം കണ്ടിട്ടേയില്ല. എനിക്ക് എന്തോ വല്ലാത്ത സന്തോഷം തോന്നുന്നു. എന്നാൽ അമ്മയുടെ ആ വാക്കുകൾക്കൊന്നും ചെവി കൊടുക്കാതെ കാളിദാസ് മുകളിലേക്ക് നടന്നു. ഒപ്പം ഫോണെടുത്ത് ബാലുവിനെ വിളിക്കുന്നുണ്ട്. വേഗം ഓഫീസ് റൂമിലേക്ക് വാ, ഞാൻ അവിടെയുണ്ട്. അർജൻറ്റായി ഒരു കാര്യം ചർച്ച ചെയ്യണം. മുകളിലെ നിലയിൽ തന്നെയാണ് ഓഫീസ് റൂം. കാളിദാസ് എത്തുന്നതിനോടൊപ്പം തന്നെ ബാലുവും ഓഫീസ് റൂമിലേക്ക് എത്തി. എന്താടാ? നീ ആ വാതിൽ ലോക്ക് ചെയ്തേക്ക്. അത് പറയുന്നവൻ്റെ വാക്കുകളിലെ ഗൗരവം മനസ്സിലാക്കിയതും അവൻ ഒരു നിമിഷം കാളിദാസിനെ നോക്കി നിന്നു. നിന്നോടെൻ്റെ ഭംഗി കാണാൻ നിൽക്കാനല്ല പറഞ്ഞത്, ആ വാതിൽ ലോക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ. ദേഷ്യം കൊണ്ടവൻ്റെ സ്വരമൽപ്പം ഉയർന്നു. അതോടെ ബാലു വേഗം വാതിൽ ലോക്ക് ചെയ്ത് കാളിദാസിന് നേരെ ഓപ്പോസിറ്റുള്ള ചെയറിലിരുന്നു. ഒരു ചെറിയ ടേബിളിൻ്റെ ഇരുപുറവുമാണ് അവർ ഇരിക്കുന്നത്. ബിസിനസ്സിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ചകൾ ചെയ്യാനുണ്ടെങ്കിൽ അവർ അവിടമാണ് തിരഞ്ഞെടുക്കുന്നത്. ഓഫീസിനുള്ളിലേക്ക് ആ വീട്ടിലെ ആണുങ്ങൾ അല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല, കാളിന്തിക്ക് പോലും. എന്താണ് പ്രശ്നം? മേശയിലേക്ക് കൈമുട്ടുകൾ കുത്തി മുന്നിലേക്ക് മെല്ലെ ഒന്ന് ആഞ്ഞിരുന്നും കൊണ്ട് ബാലു ചോദിച്ചു. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ അറിയാതെ ചില തിരിമറികൾ നടക്കുന്നുണ്ട്. ചെറിയച്ഛനോ ചെറിയമ്മയ്ക്കോ ഇതിൽ അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ അറിയാതെ അവിടെ എന്ത് നടക്കാനാണ്? എന്ത് തിരിമറിയാണ് നടന്നത് കാളി? കാളി പറയുന്നത് കേട്ടവന് അതിശയമാണ് തോന്നിയത്. എല്ലാ മുക്കും മൂലയും സസൂക്ഷ്മം പരിശോധിക്കുന്ന ആളാണ് അച്ഛൻ. ആ അച്ഛൻ്റെ മൂക്കിൻ തുമ്പിൽ അച്ഛനറിയാതെ തിരിമറി നടക്കുന്നെന്നോ? അവയവക്കടത്തുകളെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സിനിമകളിലും കാണാറുണ്ടല്ലോ. എന്നാൽ അതുപോലൊന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. നീ വ്യക്തമായി പറ കാളി. അറിഞ്ഞതിനൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്നാൽ സംഭവം സത്യമാണ്. നമ്മളറിയാതെ നമ്മുടെ ഹോസ്പിറ്റലിലെത്തുന്ന രോഗികൾ മരണപ്പെടുന്നുണ്ട്. അവർ മരിച്ചു എന്ന് പറയാതെ രഹസ്യമായി മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് റെഫർ ചെയ്യുന്നു. അവിടെ വെച്ചാണ് അവർ മരിച്ചുവെന്ന് സ്ഥിരീകരിക്കുന്നത്. ബ്രെയിൻ ഡെത്ത് നടക്കുന്നതിനാൽ അവരുടെ അവയവങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനമായി നൽകാൻ ഉറ്റവരെ കൊണ്ട് ഹോസ്പിറ്റൽ അധികൃതർ സൈൻ ചെയ്യിക്കുന്നു.
അപകടത്തിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയാണ് ഇരുചെവി അറിയാതെ ഈ വിധത്തിൽ റെഫർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ഗ്യാങ് തന്നെ ഹോസ്പിറ്റലിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ആരായാലും ഇതൊന്നും നല്ലതിനല്ല. നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് മീഡിയ അറിയുന്നതിന് മുമ്പേ നമുക്ക് ഇത് അറിയാൻ കഴിഞ്ഞത്. ഈ ഗ്യാങ്ങിൻ്റെ ഹെഡ് ആരാണെന്ന് അറിഞ്ഞാൽ അവൻ്റെ മരണം ഈ കാളിദാസൻ്റെ കൈകൊണ്ടായിരിക്കും. തീക്കനലിലാണ് ഉറുമ്പരിച്ചും കൊണ്ടിരിക്കുന്നതെന്ന് അവൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയിച്ചു കൊടുക്കും ഞാൻ. ഉള്ളിലെ ദേഷ്യം മുഴുവൻ ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഡോക്ടേഴ്സിൻ്റെ ഫോണുകൾ ഹാക്ക് ചെയ്താലോ? ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടർമാർ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. എല്ലാവരുടെയും ഫോൺ ഹാക്ക് ചെയ്യുന്നത് പ്രാക്ടിക്കലല്ല. എത്രയും വേഗം വിശ്വസ്തരായ ഒരു ടീമിനെ നമുക്ക് ഹോസ്പിറ്റലിൽ വെക്കണം. അവർ എല്ലായിടത്തും രഹസ്യമായി വാച്ച് ചെയ്യട്ടെ. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ കണ്ടെത്തും അവർ ആരാണെന്ന്. അതിലേക്കുള്ള കണ്ടൻറ്റ് അവർ എനിക്ക് ഇട്ടുതരിക തന്നെ ചെയ്യും. അതിനെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ കുറച്ചു നേരം നീണ്ടുപോയി. പിറ്റേന്ന് രാവിലെ തന്നെ സത്യനാഥ് ജോലയും കുട്ടി ഹോസ്പിറ്റലിലെത്തി. OP ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു അവർ ഹോസ്പിറ്റലിലെത്തിയത്. അതുകൊണ്ട് തന്നെ നേരെ ഡോക്ടർ സേതുലക്ഷ്മിയുടെ മുറിയിലേക്ക് കയറി ചെന്നു. ആഹാ, അച്ഛനും മോളും നേരത്തെ തന്നെ എത്തിയോ? അന്ന് ഡോക്ടേഴ്സ് മീറ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ കാഷ്വാലിറ്റിയിലുണ്ടായത്. നിങ്ങൾ കാഷ്വാലിറ്റിയിലേക്ക് ചെന്നോളൂ, അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടാവും. ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ പറഞ്ഞേക്കാം. അതും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെയുണ്ടായിരുന്ന സിസ്റ്റർ രേണുവിനെ നോക്കി. രേണു, ഇന്ന് ആരാ കാഷ്വാലിറ്റിയിൽ? ഇന്ന് സൂരജ് ഡോക്ടറാണ് മാഡം. ഡോക്ടറോട് പറയൂ, ഇത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. നെറ്റിയിലെ മുറിവിലെ സ്റ്റിച്ചൊന്നും എടുക്കാൻ ഉണക്കമായിട്ടില്ലെങ്കിൽ തിരക്ക് കൂട്ടി എടുക്കേണ്ട എന്നുകൂടെ പറഞ്ഞേക്ക്. ശരി മാഡം. അവരെയും കൂട്ടി കാഷ്വാലിറ്റിയിലേക്ക് നടന്നു. ഇവിടെ ഇരിക്കൂ, ഞാൻ വിളിക്കാം. സിസ്റ്റർ അവരെ വെയിറ്റിംഗ് സീറ്റിൽ ഇരുത്തിയിട്ട് ഉള്ളിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞതും അവർ തിരിച്ചെത്തി. കുട്ടി മാത്രം അകത്തോട്ട് പോയാൽ മതി, അച്ഛനിവിടെ ഇരുന്നോളൂ. അതോടെ കയ്യിലുള്ള ലിസ്റ്റും കൈപ്പിടിച്ചും കൊണ്ട് അവൾ ഉള്ളിലേക്ക് നടന്നു. ഡോക്ടർ, ഇതാണ് മാഡം പറഞ്ഞ പേഷ്യൻ്റ്. അതോടെ മുന്നിൽ തുറന്നു വെച്ച ഫയൽ മടക്കി വെച്ചും കൊണ്ട് ഡോക്ടർ സൂരജ് ജോലയെ നോക്കി. മുന്നിൽ നിൽക്കുന്നവളെ കണ്ടതും ഡോക്ടറുടെ കണ്ണുകളിൽ ആകാംക്ഷ നിറഞ്ഞു. ഹൃദ്യ, നീ എന്താ ഇവിടെ? നെറ്റിയിൽ എന്തു പറ്റി? ഡോക്ടർ ആശ്ചര്യത്തോടെ എഴുന്നേറ്റും കൊണ്ട് ജോലയുടെ കയ്യിൽ പിടിച്ചു. ഇതെന്ന് മറിമായമെന്ന അർത്ഥത്തിൽ ജോല ഡോക്ടർ സൂരജിൻ്റെ മുഖത്തേക്കും അയാൾ പിടിച്ച തൻ്റെ കൈത്തണ്ടയിലേക്കും മാറി മാറി നോക്കി. തുടരും കേട്ടോ. നാളെ ഈ നേരം വരെ കാത്തിരിക്കണേ കഥയുടെ ബാക്കിക്കായി.